എന്റെ പേര് അന്നു. എന്റെയും ഫാമിലിയുടെയും വീടാണ് സെപ്കോ ഈ ഇടയ്ക്ക് പണി തീർത്ത. ഡിസംബറിലായിരുന്നു കയറി താമസം. ഞങ്ങള് ഒട്ടും പ്ലാൻ ചെയ്ത വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വീട് പണി എന്നുള്ള പ്ലാനിലെത്തിയ ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു വീട് പണിയാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഡ്രീം ഹോം എന്നുള്ള ഐഡിയ പോലും ഇല്ലായിരുന്നു. ആൻഡ് വീട് പണി എന്നുള്ള സാധനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യമേ തോന്നിയത് ഭയങ്കര ആങ്സൈറ്റിയാണ്. ഇത് ഒരു വളരെ വലിയ ഫിനാൻഷ്യൽ ഡിസിഷൻ കൂടിയാണല്ലോ ഒരു വീട് പണിയാന്നുള്ളത്. അപ്പം അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ആദ്യമേ ഞങ്ങൾ 2-3 കോൺട്രാക്ടേഴ്സിനെ കണ്ടു. പക്ഷേ അവര് തരുന്ന പ്ലാനുകളെല്ലാം വളരെ ഇങ്ങനെ ഒരു 4 ചതുരത്തി, ഇത് ബെഡ്റൂം, ഇത് ഡൈനിങ് ഹാൾ, അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. എന്താണെങ്കിലും വീട് പണിയാണ്, അപ്പോൾ ഭംഗിയുള്ളൊരു വീട് വേണം. അതുപോലെ ഒട്ടും ഒരല്പം പോലും സ്ക്വയർ ഫീറ്റ് ഒന്നും വേസ്റ്റ് ആവരുത്. ലൈക്ക് എല്ലാ സ്പേസും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വേണം പ്ലാൻ എന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ സെപ്കോയുടെ കാര്യം പറയുന്നത്. സെപ്കോക്കാരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാൻ പറയുന്നത്.